സംസ്ഥാനത്തെ ദുരൂഹ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ തേടി IB ബിനാമി ഭൂമി വിൽപ്പനകൾ വർദ്ധിച്ചതോടെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളെ പിന്തുണച്ച പാർട്ടി പ്രതിനിധികളായ ജനപ്രതിനിധികളെത്തിയപ്പോൾ CPMന്റെ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതി കൂടുതൽ ജനകീയമാകുമ്പോഴാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ UDF LDF ജനപ്രതിനിധികളും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മരട് മുനിസിപ്പാലിറ്റിയിലെ CPM കൗൺസിലർ ജിജി പ്രേമൻ സങ്കല്പ യാത്ര ഉദ്ഘാടനം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായിട്ടുള്ളത് ഇന്റലിജൻസ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട വിവരം, അതായത് ഭൂമി ഇടപാടുകളിൽ സംസ്ഥാനത്തെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കടന്നിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന പല ഭൂമി ഇടപാടുകളും വലിയ ദുരൂഹതകൾ ഉണർത്തുന്നതാണ്. കാരണം സംസ്ഥാനത്തിന് അകത്തു നിന്നുള്ള ആളുകൾ ഭൂമി വാങ്ങിക്കൂട്ടുന്നത് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി ബിനാമി പേരുകളിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നു എന്നത് തന്നെയാണ് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ഭൂമി വിൽപ്പനകളിൽ എല്ലാം തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണ് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ ഭൂമികളുടെയും രജിസ്ട്രേഷൻ, വലിയ ഏക്കർ കണക്കിന് ആയിട്ട് നടന്നിട്ടുള്ള ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരക്കിയിരിക്കുന്നത്. കാരണം പലപ്പോഴും പല ട്രസ്റ്റുകളുടെ പേരിൽ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്, വ്യക്തികളുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ പേരിൽ ഭൂമി വാങ്ങുന്നതിന് നിശ്ചിത പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് 20ഉം 25 ഏക്കറും എല്ലാമാണ് വാങ്ങുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി നഗരപ്രാന്ത പ്രദേശങ്ങളിലേക്ക് കടന്ന് കൂടുതൽ വില കുറച്ച് കൂടുതൽ ഭൂമി വാങ്ങാൻ കഴിയുന്ന ഭാഗങ്ങളിലാണ് ഈ ഭൂമി ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടുന്നത്. ഈ വാങ്ങിക്കൂട്ടുന്ന ആളുകളുടെ ലക്ഷ്യം എന്തിനാണ് ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്? അവിടെ താമസം മാത്രമാണോ ലക്ഷ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ഭൂമി സ്വന്തമാക്കുന്നതിലൂടെ മറ്റ് നീക്കങ്ങൾ ഉണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നത്. കാരണം ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം വന്നതിന് ശേഷം, രാജ്യത്താകെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷം പലയിടത്തും ശക്തമായ നടപടികളായിരുന്നു എടുത്തത്. കേരളത്തിന് പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ പലയിടത്തും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ ഭീകരവാദികൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചു. PFI അടക്കമുള്ള സംഘടനകളുടെ ഓഫീസുകളിലടക്കം കണ്ടുകിട്ടുന്ന നടപടികളിലേക്ക് കടന്നു. ഒരു തരത്തിലും അവർക്ക് പ്രവർത്തനം നടത്താൻ കഴിയാത്ത, ഭീകര പ്രവർത്തനത്തിനുള്ള എല്ലാ വളക്കൂറുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നിരോധിത ഭീകര സംഘടനകൾ അവർക്ക് സുരക്ഷിത താവളമാക്കാനുള്ള നീക്കങ്ങൾ കേരളത്തെ അത്തരത്തിൽ സുരക്ഷിത മാർഗമാക്കി കാണുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ സംശയങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് ഇവിടെ ബിനാമി പേരുകളിൽ ഭൂമി വാങ്ങുന്നു എന്നൊരു സംശയമാണ് ബലപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദ്യം അഡ്വാൻസ് കൊടുക്കുന്ന ആളുകളല്ല ഏറ്റവും ഒടുവിൽ വന്ന് അവിടെ ഭൂമി വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ദിവസം രജിസ്ട്രേഷൻ ഓഫീസിൽ രണ്ട് ആളുകളും തമ്മിൽ എത്തുമ്പോൾ, ഭൂമി വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിൽ എത്തുമ്പോൾ അതിനു മുമ്പ് വാങ്ങുന്ന അഡ്വാൻസ് കൊടുത്തു പോകുന്ന ആളല്ല ഭൂമി എന്നതാണ് മറ്റൊരു വസ്തുത, അല്ലെങ്കിൽ അത്തരമൊരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ മറ്റു ആളുകൾ, നേരത്തെ വന്ന ആളുകൾ പൂർണ്ണമായും തന്നെ ബിനാമി ഇടപാടുകളോ അല്ലെങ്കിൽ പല വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളോ നടത്തുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, എവിടെയെല്ലാമാണ് ഈ ഭൂമികൾ ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കെടുക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോ. അങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിലടക്കം ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുള്ളത്. എവിടെയാണോ ഒരുമിച്ച് കൂട്ടത്തോടെ ഭൂമി അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നത് ആ മേഖലയിലെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരവാദ സംഘടനകൾക്കടക്കം ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിന് രാജ്യവിരുദ്ധ സംഘടനകളുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആരെല്ലാമാണ് അതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണം ഇന്റലിജൻസ് ബ്യൂറോയുടെ നടക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ തന്നെ നടക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പല ഘട്ടങ്ങളിലും പുറത്തു നിന്നുള്ള ആളുകളും ബംഗ്ലാദേശികളും അടക്കം കേരളത്തിൽ താവളമാക്കിയതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ബംഗ്ലാദേശികൾ തങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന് തുറന്നു സമ്മതിക്കുന്നതിന്റെ വിവരങ്ങളടക്കം നമ്മൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് പുറത്തു നിന്നുള്ള ആളുകൾ സംശയകരമായ സാഹചര്യത്തിൽ, ദുരൂഹമായ സാഹചര്യത്തിൽ വലിയ തോതിൽ ഭൂമി കേരളത്തിൽ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നത്.